പടയപ്പ കാട്ടാന വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന് വാർത്ത വരുന്ന വാഗുവാര ലക്കം മേഖലകളിൽ വ്യാപകമായി ഈ ആന കൃഷി നശിപ്പിച്ചു. ആറാട്ടി നിരീക്ഷണം കാര്യക്ഷമമല്ലെന്ന നാട്ടുകാരുടെ ആരോപണം. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, പടയപ്പ അവിടെ നിന്ന് പോകുന്നില്ലല്ലോ, അവിടെ തന്നെയാണല്ലോ പടയപ്പ. എസ്കെൻ, ഒരു രക്ഷയുമില്ല. പടയപ്പ ജനവാസ മേഖലയിൽ അങ്ങനെ തുടരുകയാണ്. ഈ മഴ തുടങ്ങുമ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങും, കാട്ടിലേക്ക് കയറും എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂർ മൂന്നാർ റൂട്ടിൽ ആന ഇങ്ങനെ വിലസുകയാണ്. വാഹനങ്ങൾ തടയുന്നു, അതുപോലെ തന്നെ ഈ ലയങ്ങൾക്ക് സമീപത്തെത്തുന്നു, വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നു. ഇന്നിപ്പോൾ എന്തായാലും ലക്കം വാഗുവാര ഭാഗത്താണ് ഈ കാട്ടാന പടയപ്പ എത്തിയത്. വ്യാപകമായിട്ട് ഈ ലയങ്ങളുടെ സമീപത്തുണ്ടായിരുന്ന കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആശങ്ക അതിൽ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർആർടിയുടെ നിരീക്ഷണം ഈ പടയപ്പയ്ക്ക് പിന്നാലെ ഇപ്പോൾ കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നാട്ടുകാർ തന്നെ പടക്കം പൊട്ടിച്ചയക്കുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേക ആർആർടിയുടെ നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് ഇപ്പോൾ കാര്യക്ഷമമല്ല എന്നുള്ളത് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ മൂന്നാർ മേഖലയിൽ നിന്ന് മാറി മൂന്നാർ ആർആർടിയുടെ നിരീക്ഷണ പരിധിയിൽ നിന്ന് മറികടന്നത് കൊണ്ടാണോ ഇപ്പോൾ ഒരു നിരീക്ഷണത്തിന്റെ ഒരു കുറവ് എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. എന്തായാലും അതങ്ങനെ പറ്റില്ല. കാര്യക്ഷമമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയില്ലെങ്കിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് പടയപ്പ് ഉണ്ടാക്കും. മഴ തുടങ്ങിയിട്ടും ഇത് കാട് കയറാൻ കൂട്ടാക്കാത്തത് അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാത്തത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നിലവിലുണ്ടാക്കുന്നത്. താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.